Hi and welcome to Twinkle Time Thoughts. ചെന്നായയും ആട്ടിൻകുട്ടികളും. പണ്ട് ഒരു കാട്ടിൽ ഒരു അമ്മയാടും അവളുടെ 7 ആട്ടിൻകുട്ടികളും ജീവിച്ചിരുന്നു. ഒരു ദിവസം അമ്മയാട് വീട്ടുസാധനങ്ങൾ വാങ്ങുവാനായി മാർക്കറ്റിൽ പോകാനിറങ്ങി. പോകുന്നതിന് മുമ്പ് അവൾ മക്കളെ അടുത്തു വിളിച്ചു. മക്കളെ, ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. വേറെ ആര് വന്നാലും വാതിൽ തുറക്കരുത്. പരിചയമില്ലാത്തവരെ സൂക്ഷിക്കണം എന്നും പറഞ്ഞ് അമ്മയാട് മാർക്കറ്റിലേക്ക് പോയി. ഇതേ സമയം ദുഷ്ടനായൊരു ചെന്നായ അതുവഴി വന്നു. അമ്മയാട് വീട്ടിൽ നിന്നിറങ്ങിയ തക്കം നോക്കി ചെന്നായ വീടിനടുത്തേക്ക് ചെന്നു. അവൻ വാതിലിൽ മുട്ടി. ആരാ പുറത്ത്? ആട്ടിൻകുട്ടി ചോദിച്ചു. മക്കളെ, ഇത് ഞാനാ, അമ്മയാ. ഞാൻ നല്ല പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചെന്നായ ശബ്ദം മാറ്റി പറഞ്ഞു. അയ്യോ, തുറക്കല്ലേ, ഇത് അമ്മയുടെ ശബ്ദമല്ലല്ലോ, ഇത് ചെന്നായാണെന്ന് തോന്നുന്നു, ഒരാട്ടിൻകുട്ടി പറഞ്ഞു. വാതിൽ തുറക്കാത്തത് കണ്ടപ്പോൾ ചെന്നായ പിന്നെയും മുട്ടി. ഇപ്രാവശ്യം ചെന്നായ അമ്മ ആടിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു. മക്കളെ, ഞാൻ അമ്മയാണ്, പെട്ടെന്ന് വാതിൽ തുറക്ക്, ഞാൻ ക്ഷീണിച്ചിരിക്കുക. അമ്മയുടെ ശബ്ദം പോലുണ്ടല്ലോ, പക്ഷെ അമ്മയാണെന്ന് ഉറപ്പിക്കാതെ തുറന്നാൽ അപകടമാണ്, അതിലൊരാട്ടിൻകുട്ടി പറഞ്ഞു. അമ്മ, വാതിലിലൂടെ കാലൊന്ന് കാണിച്ചതാ എന്നും പറഞ്ഞ് വാതിലിൻ്റെ താഴത്തെ കുഞ്ഞു വാതിൽ തുറന്നു. കാല് കണ്ടപ്പോൾ ആട്ടിൻകുട്ടികൾക്ക് മനസ്സിലായി അത് ചെന്നായയാണെന്ന്. ഇത് ചെന്നായല്ലേ, ഞങ്ങൾ വാതിൽ തുറക്കില്ല, ആട്ടിൻകുട്ടികൾ പറഞ്ഞു. ചെന്നായ തിരിച്ചുപോയി. പക്ഷെ അവനൊരു വാശിക്കാരനായിരുന്നു. അവൻ അരിപ്പൊടിയെടുത്ത് അത് കാലിൽ തേച്ചു പിടിപ്പിച്ചു. ഹഹാ, ഇപ്പോൾ എൻ്റെ കാല് കാണാൻ ആടിൻ്റെ കാല് പോലെ തന്നെ. ആട്ടിൻകുട്ടികളെ ഇന്ന് വയറ്റിലാക്കും ഞാൻ, ചെന്നായ പറഞ്ഞു. പക്ഷേ അതിൽ കുഞ്ഞൻ ആട്ടിൻകുട്ടി ബുദ്ധിയുള്ളവളായിരുന്നു. അവൾ മറ്റുള്ളവരുമായി ആലോചിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കി. ചെന്നായ വീണ്ടും വന്നു. അവൻ വാതിലിൽ മുട്ടി. അമ്മ ആടിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു. മക്കളെ, ഇത് ഞാനാണ്, വാതിൽ തുറക്ക്, ഇതാ എൻ്റെ കാല് നോക്ക്. കാലാടിൻ്റെ കാല് പോലെ തന്നെയായിരുന്നു കാണാൻ. എന്നാൽ ആട്ടിൻകുട്ടികൾ അവരുടെ പദ്ധതി തുടങ്ങി. ശരി അമ്മേ, ഇപ്പോൾ തന്നെ വാതിൽ തുറക്കാം, ഒരാട്ടിൻകുട്ടി പറഞ്ഞു. അപ്പോൾ തന്നെ മറ്റാട്ടിൻകുട്ടികൾ ഓരോ സ്ഥലത്ത് ഒളിച്ചു നിന്നു. ഒരാൾ ബെഡിൽ, ഒരാൾ ഷെൽഫിനകത്ത്, ഒരാൾ കർട്ടനു പിറകിൽ, എന്നാൽ ഒരാൾ വീടിന് മുകളിൽ കയറി നിന്നു. കുഞ്ഞനാട് വാതിലൊരു കയറ് കെട്ടി ദൂരെ നിന്നും അത് വലിച്ചു വാതിൽ തുറന്നു. അകത്തെത്തിയ ചെന്നായയ്ക്ക് പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല. അവൻ ചുറ്റിലും നോക്കി. കട്ടിലിൽ എന്തോ അനങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ പതുക്കെ കട്ടിലിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ബെഡ്ഷീറ്റ് മാറ്റി നോക്കി. ഹഹാ, കിട്ടിപ്പോയി ആട്ടിൻകുഞ്ഞെ, എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ആട്ടിൻകുട്ടി പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുണ്ടായ മുളകുപൊടി ചെന്നായയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ചെന്നായ കണ്ണു കാണാതെ വേദന കൊണ്ട് പുളഞ്ഞു. കട്ടിലിനു താഴെയുണ്ടായ ആട്ടിൻകുട്ടി ചെന്നായയുടെ കാലിൽ എണ്ണയൊഴിച്ചു. ചെന്നായ തെന്നി താഴെ വീണു. ചെന്നായ രക്ഷപ്പെടാനായി ഇഴഞ്ഞിഴഞ്ഞ് വാതിലിനടുത്തേക്ക് നീങ്ങി. ഈ സമയം മറ്റാട്ടിൻകുട്ടികൾ തക്കാളി എടുത്ത് ചെന്നായയെ എറിയുവാൻ തുടങ്ങി. ചെന്നായ വല്ല വിധേനയും വാതിലിന് പുറത്തേക്കെത്തി. വീടിൻ്റെ മുകളിൽ കയറി നിന്ന ആട്ടിൻകുട്ടി ബക്കറ്റിലെ തണുത്ത വെള്ളം ചെന്നായയുടെ തലയിലേക്ക് ഒഴിച്ചു. ചെന്നായ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇനി ഒരിക്കലും ആട്ടിൻകുട്ടികളുടെ അടുത്തേക്ക് വരില്ലെന്ന് ചെന്നായ തീരുമാനിച്ചു. വൈകുന്നേരമായപ്പോൾ അമ്മയാട് മാർക്കറ്റിൽ നിന്ന് തിരിച്ചെത്തി. അമ്മയാടിൻ്റെ കാല് കണ്ടപ്പോൾ ആട്ടിൻകുട്ടികൾക്ക് മനസ്സിലായി. അവർ വാതിൽ തുറന്നു കൊടുത്തു. ആട്ടിൻകുട്ടികൾ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മയാടിന് കുട്ടികളെ ഓർത്ത് അഭിമാനവും സന്തോഷവും തോന്നി. എന്നിട്ട് ഓരോ മക്കളെയും കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. പിന്നീട് അമ്മയാടും 7 ആട്ടിൻകുട്ടികളും അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. Thank you for watching. Please do share, like and subscribe our channel. Thank you.